بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ ചെയ്ത് ആദ്യമായി എത്തിച്ചേർന്നത് ഖുബാ എന്ന പ്രദേശത്താണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പള്ളി നിർമ്മിച്ചു, മസ്ജിദ് ഖുബാ. ഒരാഴ്ചയോളം അവിടെ താമസിച്ചതിനു ശേഷമാണ് പിന്നീട് ഇന്ന് മസ്ജിദുൻ നബവി നിലനിൽക്കുന്ന യസ്രിബ് എന്ന പ്രദേശത്ത് നബി തങ്ങൾ എത്തിച്ചേർന്നത്. പിന്നീട് അതിൻ്റെ പേര് മദീന എന്നാണ്. മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഖുബാ സന്ദർശിക്കുമായിരുന്നു. മിക്കപ്പോഴും അത് ശനിയാഴ്ചയായിരുന്നു. നബി തങ്ങൾ ഖുബാ സന്ദർശിക്കുകയാണ് എങ്കിൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഹബ ഇലാ ഖുബാ യദ്ഖുലു അലാ ഉമ്മി ഹറാം ബിൻതി മിൽഹാൻ. ഉമ്മു ഹറാമിൻ്റെ വീട്ടിൽ പോകാറുണ്ട്. ഫതുത്ഇമുഹു, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നല്ല രീതിയിൽ സൽക്കരിച്ച് വിടുകയും ചെയ്യും. ഉമ്മു ഹറാം ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ വീട്ടിലെത്തി. നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു. ഫനാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വീട്ടിൽ റസൂലുള്ള അല്പം വിശ്രമിച്ചു, ഉറങ്ങി. സുമ്മസ്തൈഖള യദ്ഹകു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചുകൊണ്ടാണ് ഉറക്കിൽ നിന്ന് ഉണർന്നത്. മാ യുദ്ഹികുക യാ റസൂലല്ലാഹ്, എന്തേ ചിരിക്കാൻ കാരണം? അവർ ചോദിച്ചു. നാസും മിൻ ഉമ്മത്തി ഉരിളു അലയ്യ ഗുസാതൻ ഫീ സബീലില്ലാഹ് ഇർകബൂന സബ്ജ ഹാദൽ ബഹരി മുലൂക്കൻ അലൽ അസിറ ഔ ഖാല മിസലൽ മുലൂക്കി അലൽ അസിറ. എൻ്റെ സമുദായത്തിലുള്ള ഏതാനും ചില ആളുകൾ, അവരെ ഞാനിങ്ങനെ കണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരായിട്ടാണ്. കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുക. വലിയ രാജാക്കന്മാരൊക്കെ രാജകട്ടിലുകളിലൊക്കെ വിശ്രമിച്ചു കൊണ്ട് പോകുന്നത് പോലെയാണ് അവർ പോകുന്നത്. ഇത് കേട്ടപ്പോൾ ഉമ്മു ഹറാം പറഞ്ഞു, ഉദ്ഉല്ലാഹ അൻ യജ്അലനി മിൻഹും, നബിയെ, എന്നെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഫദഅ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. പിന്നെയും റസൂലുള്ള ഉറങ്ങി. ഉറക്കിൽ നിന്ന് ഉണർന്നപ്പോൾ അതുപോലെ തന്നെ ചിരിച്ചുകൊണ്ടാണ് നബി എണീക്കുന്നത്. എന്തേ ചിരിക്കാൻ കാരണമെന്ന് നബി തങ്ങളോട് ചോദിച്ചു. അപ്പോഴും ഇതുപോലെ തന്നെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞത്. എന്നാൽ എന്നെയും അതിൽ ഉൾപ്പെടുത്താൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ, അന്തി മിനൽ അവ്വലീൻ, ആദ്യം പറഞ്ഞതിൽ താങ്കൾ പെട്ടല്ലോ, രണ്ടാമത്തതിൽ താങ്കൾ പെടുകയില്ല എന്ന അർത്ഥത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിവചിച്ചു. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം മഹാനായ മുആവിയത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധം ഇതേപോലെ നേരത്തെ റസൂലുള്ളാഹി തങ്ങൾ പ്രവചിച്ചതുപോലെ കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടുണ്ടായൊരു യുദ്ധമാണ്. അവ്വലു ജയ്ഷിൻ മിൻ ഉമ്മത്തി യഗ്സൂനൽ ബഹർ ഖദ് ഔജബു. കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ട് യുദ്ധം ചെയ്യുന്ന ആദ്യ സംഘം, അവർ വിജയം നിർബന്ധമാക്കി, സ്വർഗം നിർബന്ധമാക്കി എന്ന് ഒരിക്കൽ നബി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഉമ്മു ഹറാം പറഞ്ഞത്, യാ റസൂലല്ലാഹ് അന ഫീഹിം, ഞാൻ ആ കൂട്ടത്തിലുണ്ടാകുമോ? അന്ത ഫീഹിം അന്തി ഫീഹിം, താങ്കൾ ആ കൂട്ടത്തിലുണ്ടാകും. പിന്നെയും നബി തങ്ങൾ ഉറങ്ങി. അപ്പോഴും നബി തങ്ങൾ ഉറക്കിൽ നിന്ന് ഉണർന്നപ്പോൾ ഇതുപോലെ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ചോദിച്ചു, അന ഫീഹിം യാ റസൂലല്ലാഹ്, ഞാൻ ഉണ്ടാകുമോ? ലാ, അത് രണ്ടാമത്തെ സംഘമാണ്, അതിലുണ്ടാവുകയില്ല. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ യുദ്ധമുണ്ടായി. യുദ്ധത്തിൽ ഉമ്മു ഹറാം തൻ്റെ ഭർത്താവായ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ പോയി. അങ്ങനെ സഞ്ചരിച്ച് യുദ്ധം കഴിഞ്ഞതിനു ശേഷം, ഒരു യുദ്ധം കഴിഞ്ഞതിനു ശേഷം അവർ പിന്നീട് ഫലമ്മൻസറഫു മിൻ ഗസ്വിഹിം ഖാഫിലീന ഫനസലു ഷാം, അവർ ഷാമിൽ വന്ന് ഇറങ്ങി, ഡമസ്കസിൽ വന്നിറങ്ങി, ഇന്നത്തെ സിറിയയിൽ വന്നിറങ്ങി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് വീണ്ടും പോകാൻ ഒരുങ്ങുകയാണ്. ആ സമയത്ത് അവർക്ക് വാഹനത്തിൽ കയറാൻ വേണ്ടി ഒട്ടകത്തെയോ മറ്റോ
അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് ഫസറഅത്ഹ, ആ മൃഗം അവരെ ചവിട്ടി തള്ളിയിട്ടു. ഫമാതത്ത്, അങ്ങനെ അവർ മരണപ്പെടുകയുണ്ടായി. ഇമാം തൊബ്രാനി റഹിമഹുല്ല ഉദ്ധരിക്കുന്നുണ്ട്, വേറെയും പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രവചനം പുലർന്നിരിക്കുകയാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി കടലിലൂടെ സഞ്ചരിക്കും. അതൊന്ന്. രണ്ടാമത്തത്, ആ സംഘത്തിൽ ഉമ്മു ഹറാം ഉണ്ടായിരിക്കും. അത് രണ്ടാമത്തെ പ്രവചനം. മൂന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് വീണ്ടും ഒരു യുദ്ധമുണ്ടാകും. ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഉമ്മു ഹറാം ഉണ്ടാവുകയില്ല, അതിൻ്റെ മുമ്പായി വഫാത്താകും. ഇതെല്ലാം പിന്നീട് സത്യമായി പുലർന്നു. മഹാനായ ഇമാം തൊബ്രാനി റഹിമഹുല്ല പറയുന്നുണ്ട്, അന്ന ഖബറഹ മഅറൂഫുൻ ഫി ജസീറത്തി ഖുബ്റുസ്. മഹദിയായ ഉമ്മു ഹറാമിൻ്റെ ഖബർ ഖുബ്റുസ് എന്ന ഉപദ്വീപിലാണ് ഉള്ളത് എന്ന് അറിയപ്പെടുന്നത് അങ്ങനെയാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ഒരുപാട് പ്രവചനങ്ങൾ പുലർന്ന ഒരു ചരിത്ര സംഭവമാണിത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.